അപ്പം നമുക്കിന്ന് ഞാൻ ഇൻസ്റ്റയിൽ കണ്ട ഒരു ചേച്ചിയുടെ റെസിപ്പി ആട്ടോ. എനിക്ക് ആ ചേച്ചിയുടെ പേരറിയത്തില്ല. ബട്ട് ആ ചിക്കൻ ചുക്ക കണ്ടപ്പം എൻ്റെ മനസ്സും ഭയങ്കരമായിട്ട് പറഞ്ഞത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ ചുക്ക ഒന്നുണ്ടാക്കി നോക്കിയാലോ? നമുക്ക് ആദ്യമേ സവാള ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മളിത് നല്ലോണം ഇങ്ങനെ ഒന്ന് നല്ല ബ്രൗൺ കളറാക്കി വരുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇനി വെളുത്തുള്ളി, മുളകിൻ്റെ പേര് ഞാൻ മറന്നു, കറിവേപ്പില ഇതെല്ലാം കൂടി ഇടാം. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ എല്ലാ സാധനവും ഉണ്ട്. നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യമേ നമ്മൾ വറുത്ത് വെച്ച സവാള അത് ഇട്ടു. പിന്നെ നമ്മൾ ഇതിലേക്ക് ഈ വറുത്ത് വെച്ച് നമ്മുടെ വെളുത്തുള്ളി, മുളക്, പിന്നെന്തുവായിരുന്നു കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് നമുക്കൊന്ന് നല്ലപോലെ തിരുമിയെടുക്കാം. അപ്പം അതാ നമ്മൾ ചിക്കൻ നല്ലപോലെ തിരുമി വെച്ചിട്ടുണ്ട്. നമ്മുടെ വറുത്ത സാധനങ്ങളോട് നമുക്കിനി പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി അതും ഇടുക. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൂടിയിട്ട് നമുക്കിതും കൂടി ഒന്ന് ആദ്യമേ നല്ലോണം തിരിഞ്ഞെടുക്കാം. ഇതിലേക്ക് മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെരിഞ്ചീരകവും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് അതും കൂടി ഇട്ടത് നമുക്കൊന്ന് ഇത് കൊടുക്കാം. അതിന് മുമ്പ് നമ്മൾ മെയിനായിട്ടൊരു സാധനം കൂടി ഉണ്ടാകും. ഒരു 2 സ്പൂൺ തൈര് കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കൻ എല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ? നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ആൻഡ് ആ ചേച്ചിക്ക് നല്ലൊരു താങ്ക് യു. ഇത്രയും നല്ല സംഭവം നമുക്ക് കാണിച്ചു തരുന്നത്.